നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ഭരണാധികാരിക്ക് വേണ്ടത് ആർജവമാണ്. അത് അസലായി പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മന്ത്രിസഭ. എത്ര കാലം ഈ ആർജവം നിലനിർത്താൻ കഴിയും? അത് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നു. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണശൈലിയൊക്കെ കേരളത്തിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ഉത്തർപ്രദേശിലെ ബുൾഡോസർ ഭരണത്തെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വിമർശനങ്ങളും ഉയരാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇത്തരം ബുൾഡോസറുകൾ കേരളത്തിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാക്ഷാൽ ബുൾഡോസർ തന്നെ കളത്തിലിറക്കി. ശാന്തമ്പാറയിൽ ലഹരി വസ്തുക്കളുടെ വിപണന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു കടയാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. കേരളത്തിലെ ലഹരി മാഫിയകൾക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ. ലഹരി വസ്തുക്കൾ വിറ്റിരുന്ന ഈ കട JCB ഉപയോഗിച്ച് പോലീസ് പൊളിച്ചു നീക്കി. ശാന്തമ്പാറ പോലീസിന് ഇത്തരമൊരു ധൈര്യം ലഭിച്ചത് ആഭ്യന്തരമന്ത്രിയിൽ നിന്ന്. ലഹരിക്കടത്ത് സംഘങ്ങൾക്കും ലഹരി വിൽപ്പന നടത്തുന്നവർക്കും ഇതോടെ ഒരു കനത്ത താക്കീതാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. പൂപ്പാറ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറിയ കട. ഈശ്വർ എന്ന 47 വയസ്സുകാരനാണ് ഈ കട നടത്തിയിരുന്നത്. മുൻപ് പലപ്പോഴും ഇയാളുടെ കടയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. ഒട്ടനവധി തവണ ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകി. വീണ്ടും ഈ കട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നു എന്ന വിവരം ശാന്തമ്പാറ ഇൻസ്പെക്ടർ ശരത് ലാൽ എസിന് ലഭിക്കുന്നു. ഇതോടെ പോലീസ് സംഘം സ്ഥലത്തെത്തി. പൂപ്പാറ മടുക്കടി സ്വദേശിയാണ് ഈശ്വർ. നേരത്തെ ഇതേ കടയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. പലപ്പോഴും ഇയാൾ നിയമത്തിന്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടും. കട ഒഴിയാനാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് പതിച്ചിരുന്നു. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഉത്തരവ് സംഘടിപ്പിക്കാൻ ഈശ്വർ ശ്രമിച്ചു. എന്നാൽ പോലീസ് ഇയാൾക്കെതിരെ മുൻപ് സ്വീകരിച്ചിരുന്ന നിയമ നടപടികളും കേസുകളും ഹൈക്കോടതി മുൻപാകെ വിവരിച്ചു. പ്രതിയുടെ പഴയകാല ലഹരിക്കടത്ത് കേസുകളുടെ കൃത്യമായ തെളിവാണ് പോലീസ് ഹൈക്കോടതിയിലെത്തിച്ചത്. ഇതോടെ ഹൈക്കോടതിക്കും കാര്യം ബോധ്യപ്പെട്ടു. സ്ഥിരമായി ലഹരി വിൽപ്പന നടത്തുന്നയാളാണ് ഈശ്വർ എന്ന് ഹൈക്കോടതിക്കും ബോധ്യമായി. ഇതോടെ നേരത്തെ സ്റ്റേ നൽകിയിരുന്ന ഉത്തരവ് പിൻവലിച്ച് കട പൊളിച്ചു നീക്കാൻ കോടതി അനുമതി നൽകി. ഈശ്വർ വെട്ടിലായി. അങ്ങനെ JCB ഈശ്വറുടെ കട പൊളിച്ചെറിഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണ് ഇത്തരമൊരു നീക്കം. രമേശ് ചെന്നിത്തല പോലീസ് സംവിധാനങ്ങൾക്കിപ്പോൾ കൈയയച്ച് പിന്തുണ നൽകുന്നു. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ കയ്യടികളാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന് ലഭിക്കുന്നത്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ലഹരി ഇടപാടുകൾ ഇപ്പോൾ പെരുമ്പാവൂർ വൃത്തിയാക്കും എന്നുറപ്പിച്ച് നീങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ്. ലഹരി മാഫിയയുടെ വമ്പൻ കണ്ണുകളിലേക്കും ഇനി JCB കടന്നെത്തും എന്ന സൂചന ആഭ്യന്തരമന്ത്രി നൽകുന്നു. കൊച്ചിയിലെ ലഹരി വിപണി നിയന്ത്രിക്കുന്ന ഒരു 2 അക്ഷരക്കാരനുണ്ട്. അയാൾക്കെതിരെയും കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന സൂചന ഇപ്പോൾ ഭരണതലത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. നേരത്തെ അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഒരു സംയുക്ത കോമ്പിംഗ് ഓപ്പറേഷന് കേരളം പദ്ധതിയിട്ടിരുന്നു. ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും കേരളം കൈമാറി. പൂർണ്ണ സഹകരണമാണ് ഇരു സംസ്ഥാനങ്ങളും കേരളത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന് ദക്ഷിണേന്ത്യയെ ലഹരി മുക്തമാക്കും എന്ന പ്രഖ്യാപനം ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലെ CMമാർ ചേർന്ന് നടത്തുന്നു. കേരളത്തിൻ്റെ റോഡ് വക്കിൽ, പ്രത്യേകിച്ച് പുറംപോക്കുകളിൽ അനധികൃത നിർമ്മാണത്തിലിരിക്കുന്ന പല കടകളിലും ഈ ലഹരി വിൽപ്പന ഇപ്പോൾ വ്യാപകമായി പൊടിപൊടിക്കുന്നു. പഞ്ചായത്തുകളുമായി ചേർന്ന് JCB ഓപ്പറേഷനുകൾ തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതി. ഇത് സംബന്ധിച്ച നിർദ്ദേശം പോലീസിന് നൽകിക്കഴിഞ്ഞു. അനധികൃത കടയിൽ ലഹരി വിൽപ്പന നടത്തുന്നുവെങ്കിൽ അപ്പോൾ തന്നെ കട ഇടിച്ചു നിരത്തി പ്രദേശം വൃത്തിയാക്കാനുള്ള നിർദ്ദേശം. മറുവശത്ത് ഇനി അംഗീകൃത കടകളാണെങ്കിൽ അവയുടെ ലൈസൻസ് റദ്ദാക്കി കട അടച്ചുപൂട്ടാനുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കണം. കേരളത്തിൻ്റെ സ്ഥിതി എത്രത്തോളം അപകടകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടി. ഇന്നലെ താമരശ്ശേരിയിൽ ഒരു 10ാം ക്ലാസ്സുകാരുടെ സ്കൂൾ ബാഗിൽ നിന്ന് വാട്ടർ ബോട്ടിലിൽ പിടിച്ചെടുത്തത് വാറ്റുചാരായം. സംശയം തോന്നിയ ചില വിദ്യാർത്ഥികൾ അധ്യാപകരോട് ഇക്കാര്യം പറഞ്ഞു. തുടർന്ന് അധ്യാപകർ വാട്ടർ ബോട്ടിൽ പരിശോധിക്കുമ്പോൾ വാട്ടർ ബോട്ടിൽ നിറയെ വാറ്റുചാരായം. സ്കൂൾ കുട്ടികളിൽ പലരും വാറ്റുചാരായം കുടിക്കുന്നു എന്ന വിവരം അധ്യാപകർക്ക് ലഭിച്ചിരുന്നു. വെള്ളം പോലും ചേർക്കാതെ ചില കുട്ടികൾ വാറ്റുചാരായം വാട്ടർ ബോട്ടിൽ നിന്ന് അടിക്കുന്ന സംഭവമാണ് അവിടെ ഇപ്പോൾ പുറത്തു വരുന്നത്.
വാട്ടർ ബോട്ടിലിൽ ചാരായം കണ്ടതോടെ അധ്യാപകർ കുട്ടിയെ ചോദ്യം ചെയ്തു. തൻ്റെ സഹപാഠിയാണ് തൻ്റെ ബാഗിൽ ഈ വാട്ടർ ബോട്ടിൽ വെച്ചതെന്നായി വിദ്യാർത്ഥി. തുടർന്ന് സഹപാഠിയെ ചോദ്യം ചെയ്തു. ഇതിനിടയിൽ ഒരു വിദ്യാർത്ഥി തൻ്റെ പിതാവിന് വ്യാജ ചാരായ വിൽപ്പനയുണ്ട് എന്ന് അധ്യാപകരെ അറിയിക്കുന്നു. തുടർന്ന് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സഹകരണത്തോടെ ആ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം. വീടിന് സമീപത്തെ ഒരു തോട്ടത്തിൽ നിന്നും 56 കുപ്പി വാറ്റുചാരായമാണ് അധികൃതർ പിടിച്ചെടുത്തത്. വാറ്റുചാരായം നിർമ്മിച്ചത് കുട്ടിയുടെ രണ്ടാനച്ഛൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രണ്ടാനച്ഛൻ വ്യാജചാരായം ഉണ്ടാക്കി അത് പറമ്പിൽ കുഴിച്ചിടും. വിദ്യാർത്ഥി അച്ഛനറിയാതെ അത് വാട്ടർ ബോട്ടിലിൽ ഒഴിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരും. മറ്റു കുട്ടികൾക്കൊക്കെ അത് ഒഴിച്ചു കൊടുക്കും. ഇത്ര പച്ചയ്ക്ക് വ്യാജചാരായം വരെ ഒഴുകുകയാണ് കേരളത്തിലിപ്പോൾ. വെറും വാറ്റുചാരായത്തിൻ്റെ കഥ മാത്രമല്ല, MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഇപ്പോൾ യുവാക്കൾക്കിടയിൽ സുലഭമാണ്. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിൽ അർദ്ധരാത്രി കഴിഞ്ഞാൽ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം സർവ്വസാധാരണയായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെട്ടതോടെ ലഹരി സംഘങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടെ മുങ്ങി. ഇതുകൊണ്ടാണ് നമ്മൾ ആർജവമുള്ള ഭരണാധികാരികൾ അധികാരത്തിലുണ്ടെങ്കിൽ ലഹരി മാഫിയയല്ല ഒരു മാഫിയയും വിലസില്ല എന്ന് പറയുന്നത്. കേരളത്തെ കാർന്നു തിന്നുന്ന മറ്റൊരു വിഭാഗമുണ്ട്, കള്ള് ഷാപ്പുകൾ. കേരളത്തിലെ കള്ള് ഷാപ്പുകളിൽ കിട്ടുന്ന കള്ളിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ വിശദമായി വ്യാജക്കള്ളിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ഇപ്പോഴിതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര ഇടപെടൽ. വ്യാജക്കള്ള് പൂർണ്ണമായും പരിശോധിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ശക്തമായിരുന്നു. ഇടതുപക്ഷ നേതാക്കളുടെ, പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ബിനാമികളാണ് പൊതുവെ കേരളത്തിൽ കള്ള് ഷാപ്പുകൾ കയ്യിൽ വെച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാജക്കള്ളിൻ്റെ ഉൽപ്പാദനവും വിതരണവും പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോഴിതാ ഓപ്പറേഷൻ ശുദ്ധി പദ്ധതിക്ക് എക്സൈസ് വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നു. എന്നാൽ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ വലിയൊരു ഒറ്റ നടന്നു. ഇന്നലെ കേരളത്തിലെ കള്ള് ഷാപ്പുകളിൽ പരക്കെ ഒരു വാർത്ത പരന്നു. 2 ദിവസത്തിനുള്ളിൽ അതിശക്തമായ റെയ്ഡുകൾ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ കൂട്ടുകള്ള് ഒഴിവാക്കണമെന്ന്. ഇവർ ഈ കൂട്ടുകള്ള് എന്ന് പറയുന്നത് ഏതോ ഒരു ഗുളിക കലക്കിയുണ്ടാക്കുന്ന കള്ളാണ്. അത്യാവശ്യം പതയും നുരയുമൊക്കെ ഉണ്ടാകും. എന്നാൽ മാരക ലഹരിയാണ് ഈ കള്ളിന് പിന്നിൽ. ഈ കള്ള് അത്യാവശ്യം 1-2 കുപ്പി അടിച്ച് പുറത്തിറങ്ങിയാൽ പുറത്ത് എവിടെയെങ്കിലും മാടനടിച്ചതുപോലെ കിടക്കും. ഉപഭോക്താക്കളുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കൃത്രിമ കള്ള് നിർമ്മാണം തടയുന്നതിനുമായി എക്സൈസ് വകുപ്പ് ഇപ്പോൾ വിപുലമായ കർമ്മപദ്ധതി തയ്യാറാക്കി. പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രധാന കള്ള് ചെത്തുന്ന പ്രദേശങ്ങളിലും വിവിധ ജില്ലകളിലെ കള്ള് ഷാപ്പുകളിലും പരിശോധന കർശനമാക്കി. ഷാപ്പുകളിലേക്ക് കള്ള് കൊണ്ടുവരുന്ന വാഹനങ്ങൾ കർശനമായി പരിശോധിക്കാനുള്ള നിർദ്ദേശവും നൽകി. ജാഗ്രതയോടെ എക്സൈസ് എന്ന സന്ദേശമുയർത്തി വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് ഇപ്പോൾ ഓപ്പറേഷൻ ശുദ്ധി നടപ്പാക്കുന്നു. സംസ്ഥാനത്തെ കള്ള് ഷാപ്പുകൾ, കള്ള് കടത്തുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കള്ള് ചെത്തുന്ന തോട്ടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘം തുടർച്ചയായ റെയ്ഡുകളും പരിശോധനകളും നടത്തും. കള്ള് കൊണ്ടുപോകുന്ന ഗതാഗത സമയത്തും ഷാപ്പുകളിൽ വിതരണത്തിനെത്തിക്കുമ്പോഴും സാമ്പിൾ ശേഖരിക്കും. ഈ സാമ്പിളുകൾ കൃത്യമായ രാസപരിശോധനയ്ക്ക് അയക്കും. കെമിക്കലുകളോ മറ്റ് രാസവസ്തുക്കളോ ചേർത്ത വ്യാജക്കള്ള് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കും. അത്തരം സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഉടനടി കേസുകൾ രജിസ്റ്റർ ചെയ്യും. വ്യാജക്കള്ള് വിതരണമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ നേരിട്ട് പൊതുജനങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു നമ്പറുണ്ട്. ദയവായി ഒന്ന് നോട്ട് ചെയ്യുക. 9447178000 എന്ന എക്സൈസ് കൺട്രോൾ റൂം നമ്പറിൽ വിളിക്കുക. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ശുദ്ധിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഒരു വശത്ത് ആഭ്യന്തര വകുപ്പ് കളം നിറഞ്ഞു നിൽക്കുന്നു. ഓപ്പറേഷൻ ശുദ്ധിയിലൂടെ എക്സൈസ് വകുപ്പും രംഗത്തേക്ക് വരുന്നു. എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥരിൽ മിക്കവാറും പേർക്ക് കള്ള് ഷാപ്പ് ഉടമകളുമായി വലിയ ആത്മബന്ധമുണ്ട്. പരിശോധനയിൽ എന്തെങ്കിലും മായം ചേർത്താൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷണം വിപുലമാക്കാൻ പോലീസ് തീരുമാനമെടുത്തു. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചു. തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ പൂർണ്ണ സഹകരണമാണ് ഇവർ വാഗ്ദാനം ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുമെന്ന് ഈ സംസ്ഥാനങ്ങൾ അറിയിച്ചു. മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കണമെന്ന ആവശ്യമാണ് നേരത്തെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. അവരുടെ സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടണം. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്.
ഈ സംഘാംഗങ്ങളുമായി പൊതുവെ കള്ളുഷാപ്പ് ഉൽപ്പന്ന കേന്ദ്രങ്ങൾക്കും ബന്ധമുണ്ട്. കേരളവും തമിഴ്നാടും പുതുച്ചേരിയും തമ്മിലുള്ള അതിർത്തി മേഖലകൾ, പ്രധാന റോഡ് ഇടനാഴികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വിദ്യാർത്ഥി ശൃംഖലകൾ, നഗര വിതരണ കേന്ദ്രങ്ങൾ എന്നിവ മയക്കുമരുന്ന് മാഫിയകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു. തൂഫാൻ എന്ന് കേൾക്കുമ്പോഴേ ഇപ്പോൾ ലഹരി സംഘത്തിന് ഭയമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒരു പോലീസ് പരിശോധന. പോലീസ് സംഘത്തെ കണ്ട് ഭയന്നോടിയ യുവാവ് കിണറ്റിൽ വീണു. MLA-മാരുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും യുവാക്കളെയും യുവതികളെയും അടക്കം ഇപ്പോൾ പോലീസ് സംഘം തൂക്കിയെടുക്കുന്ന കാഴ്ചകൾ നിത്യസംഭവമായിരിക്കുന്നു. ഇന്നലെ ഒറ്റപ്പാലത്ത് നടത്തിയ പരിശോധനയിൽ MDMA-യുമായി പിടികൂടപ്പെട്ടത് 4 യുവാക്കൾ. പിടിയിലായവരിൽ 3 പേർ ഒറ്റപ്പാലം സ്വദേശികളാണ്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ യുവാക്കൾ കുടുങ്ങിയത്. ഒറ്റപ്പാലം RS റോഡ് കുറുപ്പത്ത് വീട്ടിൽ മുഹമ്മദ് ഹാരിസ്, മങ്കര വെള്ളംകുന്ന് വീട്ടിൽ ഷിബിലി എന്നിവർ പിടിയിലായി. ഒരു കാര്യം വ്യക്തമാണ്, കേരളം നമ്മൾ കരുതുന്നതിലും അപ്പുറം ഭയാനകമായ തലത്തിലെത്തി നിൽക്കുന്നു. ഒരു പതിറ്റാണ്ട് കേരളത്തെ ഭരിച്ച LDF സർക്കാർ ഈ ലഹരി മാഫിയകളെ കേരളത്തിൽ മേയാൻ വിട്ടിരുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണവും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്ത് നമ്മൾ കാണുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തെ രക്ഷിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ പാവം ജനങ്ങളും. ഓപ്പറേഷൻ ശുദ്ധിയും സത്യസന്ധമായി വളരെ ശക്തമായ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എക്സൈസ് വകുപ്പിന് കഴിയണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.